Hi students, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് KTU 2024 സ്കീം S4 മാത്സ് ഗ്രൂപ്പ് ബി ആൻഡ് സി മൊഡ്യൂൾ 3 ആണ്. നമ്മൾ ഇന്ന് നോക്കുന്ന ടോപ്പിക് ഹൈപ്പോത്തസിസ് ആൻഡ് ടെസ്റ്റ് പ്രൊസീജിയേഴ്സ് ആണ്. അതിൽ എറേഴ്സ് ഇൻ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ഉണ്ട്. Then test about a population mean, that is a normal population with a non-sigma. നമുക്ക് ടോപ്പിക്കിലേക്ക് നോക്കാം. ഹൈപ്പോത്തസിസ് ആൻഡ് ടെസ്റ്റ് പ്രൊസീജിയേഴ്സ്. ആക്ച്വലി ഹൈപ്പോത്തസിസും ടെസ്റ്റ് പ്രൊസീജിയേഴ്സ് എന്താണ് ഒരു ഹൈപ്പോത്തസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആക്ച്വലി നമ്മളിപ്പോൾ ഒരു പോപ്പുലേഷനെ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ നമ്മൾ അതിൽ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് എന്താണോ കാണേണ്ടത്, ഇപ്പം നമുക്ക് അതിനെ മീനിനെ കുറിച്ച്, ഒരു പോപ്പുലേഷൻ്റെ മീനിനെ കുറിച്ചാണ് ഒരു ധാരണ വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അസ്യൂം ചെയ്യും അതിൻ്റെ ആ മീനിൻ്റെ വാല്യൂ ഇതാണ് നമ്മൾ ആദ്യം അസ്യൂം ചെയ്യും. അങ്ങനെ അസ്യൂം ചെയ്യുന്നതിനെയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രസ്താവന വയ്ക്കുന്നതിനെയാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. അതിപ്പോൾ മീൻ ആവണമെന്നില്ല, പോപ്പുലേഷൻ്റെ എന്ത് പാരാമീറ്റേഴ്സ് വേണമെങ്കിലും ആവാം, അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ്റെ എന്ത് പാരാമീറ്റേഴ്സ് വേണമെങ്കിലും ആവാം. ഇനി നൾ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇനീഷ്യലി നമ്മൾ അസ്യൂം ചെയ്യുന്ന ആ ക്ലെയിം, ആ പ്രസ്താവനയാണ് നൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. നൾ ഹൈപ്പോത്തസിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡാണ്. നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ നൾ ഹൈപ്പോത്തസിസ് ഒക്കെ നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ നൾ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇനീഷ്യലി അസ്യൂം ചെയ്യുന്നത്, അതായത് ഇത് ട്രൂ ആണ്. അത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പോപ്പുലേഷൻ്റെ മീൻ അല്ലെങ്കിൽ സാമ്പിൾ പോപ്പുലേഷൻ്റെ മീൻ എന്ന് പറയുന്നത് 30.6 ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യാണ്. കറക്റ്റായിട്ട് ആ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതിനെയാണ് നമ്മൾ നൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ഇനി ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാലോ അതിൻ്റെ കോൺട്രാക്ടറി ആയിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഹൈപ്പോത്തസിസിനെയാണ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ടെസ്റ്റ് പ്രൊസീജിയറിൽ ടെസ്റ്റ് ടി ടെസ്റ്റ് അങ്ങനെ പല ടെസ്റ്റ് നമുക്ക് പഠിക്കാനുണ്ട്. അതിലിപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യുക? നൾ ഹൈപ്പോത്തസിസും ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസും ആദ്യം ഡിഫൈൻ ചെയ്ത് വെക്കും. ഇനി റിജക്ഷൻ റീജിയൻ ഉണ്ട്. ഈ നമുക്കത് ഉറപ്പാണോ എന്ന് അറിയില്ല, 100% ഷുവർ ഇല്ല ഈ നൾ ഹൈപ്പോത്തസിസ് കറക്റ്റ് ആണോ എന്നുള്ളത്. അപ്പോൾ നൾ ഹൈപ്പോത്തസിസ് റിജക്റ്റ് ചെയ്യാം. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ in favor of the alternate hypothesis only if sample evidence suggests that if H naught is false. ഈ null hypothesis ഡിനോട്ട് ചെയ്യുന്നതാണ് H naught എന്ന്. ഓക്കെ, ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസിനെ HA എന്നും ഡിനോട്ട് ചെയ്യും. ഇപ്പോൾ നമ്മുടെ ആ പ്രോബ്ലത്തിന്റെ സാഹചര്യം അനുസരിച്ച്, എവിഡൻസസ് അനുസരിച്ച് ചില കേസിൽ H naught നമ്മൾ ആദ്യം കൺസിഡർ ചെയ്ത നൾ ഹൈപ്പോത്തസിസ് ഫോൾസ് ആയിട്ട് വരാം, തെറ്റായിട്ട് വരാം. അങ്ങനെയുള്ള കണ്ടീഷനിൽ നമ്മൾ എന്ത് ചെയ്യും? നൾ ഹൈപ്പോത്തസിസ് റിജക്റ്റ് ചെയ്യും. ഇനി നമുക്ക് ചില കണ്ടീഷനിലോ ഇഫ് ദ സാമ്പിൾ ഡസ് നോട്ട് സ്ട്രോങ്ലി കോൺട്രഡിക്റ്റ് H naught we will not reject null hypothesis. ഇനി നമ്മുടെ സാമ്പിള് നമ്മളതിനെ H naught എന്ന് പറയുന്നത് നൾ ഹൈപ്പോത്തസിസിനെ കോൺട്രഡിക്റ്റ് ചെയ്യുന്നില്ല എന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? H naught അല്ലെങ്കിൽ നൾ ഹൈപ്പോത്തസിസ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും. വിൽ നോട്ട് റിജക്ട് എന്ന് പറഞ്ഞാൽ ആക്സെപ്റ്റ് നൾ ഹൈപ്പോത്തസിസ്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോപ്പുലേഷൻ്റെ പാരാമീറ്റേഴ്സിനെ കുറിച്ച് നമ്മൾ ക്ലെയിം ചെയ്യുന്ന എന്തെങ്കിലും ഒരു അസംഷനാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നൾ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ ഇനീഷ്യലി നമ്മൾ അസ്യൂം ചെയ്യുന്ന ഒരു ക്ലെയിമാണ്. അതിൻ്റെ കോൺട്രഡിക്റ്റ് ആയിട്ട് വരുന്ന ഹൈപ്പോത്തസിസ് ആണ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്. ഇനി നമ്മൾ ആ നമ്മൾ എടുത്ത സാമ്പിൾ വെച്ച് നോക്കുമ്പോൾ H naught ചില കേസസിൽ ഫോൾസ് ആയിട്ട് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നൾ ഹൈപ്പോത്തസിസ് റിജക്റ്റ് ചെയ്യും. ചില കേസിൽ H naught ട്രൂ ആയിട്ട് തന്നെ ഇരിക്കും. അങ്ങനെയാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നൾ ഹൈപ്പോത്തസിസ് ആക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, ഇനി two possible conclusions from a hypothesis testing analysis are reject H naught or fail to reject H naught. അപ്പോൾ രണ്ട് രീതിയിലാണ് ഉണ്ടാവുക. രണ്ട് ആൻസേഴ്സ്, ഒന്നെങ്കിൽ നമ്മൾ H naught അക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ H naught റിജക്റ്റ് ചെയ്യും. അങ്ങനെ രണ്ട് കൺക്ലൂഷനാണ് നമുക്ക് ആ പ്രോബ്ലം ചെയ്യുമ്പോൾ വരിക. അപ്പോൾ a test of hypothesis എന്ന് പറഞ്ഞാൽ എന്താണ്? It is a method for using sample data to decide whether the null hypothesis should be rejected. അപ്പോൾ ടെസ്റ്റ് ഓഫ് ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൺസിഡർ ചെയ്ത ഹൈപ്പോത്തസിസിനെ അക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്ന് തീരുമാനിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ടെസ്റ്റ് ഓഫ് ഹൈപ്പോത്തസിസ്. അപ്പോൾ അതിൽ നമ്മൾ എന്തൊക്കെയുള്ള ടെസ്റ്റ് പ്രൊസീജിയറിൽ ഒരു ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ഉണ്ട്. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് വെച്ചിട്ടാണ് H naught നൾ ഹൈപ്പോത്തസിസ് റിജക്റ്റ് ചെയ്യണോ അക്സെപ്റ്റ് ചെയ്യണോ എന്ന് തീരുമാനിക്കുക. ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ദ സാമ്പിൾ ഡാറ്റ ഓൺ വിച്ച് ദ ഡിസിഷൻ ഈസ് ടു ബി ബേസ്ഡ്.
അപ്പോൾ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഇനി റിജക്ഷൻ റീജിയൻ എന്ന് പറഞ്ഞാലോ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് വാല്യൂസിന്റെ സെറ്റ് ഫോർ വിച്ച് H0 വിൽ ബി റിജക്റ്റഡ്. അപ്പോൾ റിജക്ഷൻ റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇതിൽ പറയുകയാണെങ്കിൽ ടെസ്റ്റിന്റെ കേസ് ആണെങ്കിൽ നോർമൽ പോപ്പുലേഷൻ ടെസ്റ്റിന്റെ കേസിലാണെങ്കിൽ ഒരു നോർമൽ പോപ്പുലേഷന്റെ ഷേപ്പ് ഏതാണ്ട് ഇങ്ങനെയായിരിക്കും. അപ്പോൾ അതിന് ഇത് റിജക്ഷൻ റീജിയൻ ആണ് ഈ രണ്ട് ടൈലിൽ വരുന്നത്. ഈ ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നത് ഈ പോർഷൻ അക്സെപ്റ്റൻസ് റീജിയൻ ആണ്. ഓക്കെ, അപ്പോൾ റിജക്ഷൻ റീജിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതിലാണ് H0 റിജക്ട് ചെയ്യുന്ന സെറ്റിന്റെ വാല്യൂസിനെയാണ് റിജക്ഷൻ റീജിയൻ എന്ന് പറയുക. അക്സെപ്റ്റൻസ് റീജിയൻ ഏത് വാല്യൂസിലാണ് അത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ null hypothesis will then be rejected if and only if the observed or computed test statistic value falls in the rejection region. അപ്പോൾ null hypothesis നമ്മൾ റിജക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വരണം? നമുക്ക് കിട്ടിയ ഡാറ്റയുടെ സ്റ്റാറ്റിസ്റ്റിക് വാല്യൂ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് വാല്യൂ ഈ റിജക്ഷൻ റീജിയനിൽ വന്നാൽ മാത്രമേ നമ്മൾ null hypothesis റിജക്ട് ചെയ്യുള്ളൂ. സ്റ്റാറ്റിസ്റ്റിക് വാല്യൂ falls in the rejection region. ഓക്കെ, അപ്പോൾ ടെസ്റ്റ് ഓഫ് ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ മെത്തേഡ് വെച്ചിട്ടാണ് ഹൈപ്പോത്തസിസ് റിജക്ട് ചെയ്യണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത്. അതിൽ രണ്ട് കാര്യങ്ങളുണ്ട്, ഒരു ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കും ഉണ്ട്, റിജക്ഷൻ റീജിയനും ഉണ്ട്. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതൊരു ഫംഗ്ഷൻ ഓഫ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സാമ്പിൾ ഡാറ്റയുടെ ഒരു ഫംഗ്ഷനാണ്. അത് വെച്ചിട്ടാണ് ആ വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ റിജക്ട് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. അതെങ്ങനെ തീരുമാനിക്കുന്നത്? ആ വാല്യൂ റിജക്ഷൻ റീജിയനിലാണോ കിടക്കണേന്ന് ബേസ് ചെയ്തിട്ടാണ് ആ റിജക്ഷൻ നടക്കുന്നത്. അപ്പോൾ നൾ ഹൈപ്പോത്തസിസ് റിജക്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം? അതിന്റെ ആ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് വാല്യൂ റിജക്ഷൻ റീജിയനിൽ വന്ന് കിടക്കണം. നോക്കാം, ഇന്ന് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടിയും ക്ലിയർ ആവും. ഇനി എറേഴ്സ് ഇൻ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്. ഈ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗിൽ എറേഴ്സ് വരാം. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യുന്ന നൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് ഇനീഷ്യലി അസ്യൂം ചെയ്യുന്ന ക്ലെയിം ആണ് H0 എന്ന് പറയുന്നത്. ഈ ടൈപ്പ് 1 എറർ എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈപ്പ് 1 രണ്ട് തരത്തിൽ എറർ ആണുള്ളത്, ടൈപ്പ് 1ഉം ടൈപ്പ് 2ഉം. ടൈപ്പ് 1 എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ H0 ട്രൂ ആയിരിക്കുന്ന കണ്ടീഷനിൽ നമ്മൾ അതിനെ റിജക്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ അസ്യൂം ചെയ്ത അസംഷൻ കറക്റ്റ് ട്രൂ ആയിരുന്നു, പക്ഷെ നമ്മളത് പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ അത് റിജക്ട് ചെയ്തു. റിജക്ട് ചെയ്യുന്ന അതിന്റെ പ്രോബിലിറ്റിയാണ് ടൈപ്പ് 1 എറർ എന്ന് പറയുന്നത്. റിജക്റ്റിംഗ് ദ നൾ ഹൈപ്പോത്തസിസ് H0 when it is true. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ടൈപ്പ് 2 എറർ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ H0 ഫോൾസ് ആയി കിടക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യാം. നോട്ട് റിജക്റ്റ് എന്ന് പറഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യാം. അക്സെപ്റ്റിംഗ് H0 when H0 is false. അപ്പോൾ H0 ട്രൂ ആവുമ്പോൾ അതിനെ റിജക്ട് ചെയ്യുന്നതിനെയാണ് ടൈപ്പ് 1 എറർ എന്ന് പറയുക. H0 ഫോൾസ് ആവുന്ന സന്ദർഭങ്ങളിൽ അത് അക്സെപ്റ്റ് ചെയ്യുന്നതിനെയാണ് ടൈപ്പ് 2 എറർ എന്ന് പറയുക. ഓക്കെ, ഇനി നമുക്ക് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്നൊരു ഇമ്പോർട്ടൻറ്റ് ടേം പഠിക്കാനുണ്ട്. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് കമ്മിറ്റിംഗ് ടൈപ്പ് 1 എറർ ആണ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. പ്രോബബിലിറ്റി ഓഫ് കമ്മിറ്റിംഗ് ടൈപ്പ് 1 എറർ. ടൈപ്പ് 1 എറർ വരാനുള്ള പ്രോബബിലിറ്റിയാണ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറയുക. അതിനെ ആൽഫ എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. ഇനി ടൈപ്പ് 2 എറർ ആണ് വരാനുള്ള പ്രോബബിലിറ്റി ആണെങ്കിലോ അതിനെ ബീറ്റ വെച്ച് ഡിനോട്ട് ചെയ്യും. ദ പ്രോബബിലിറ്റി ഓഫ് കമ്മിറ്റിംഗ് type 2 error is called beta, is denoted by beta. ഇനി 1 minus beta is called the power of the test. Power of the test എന്ന് പറഞ്ഞാൽ എന്താണ്? 1 minus beta is called the power of the test. അപ്പോൾ രണ്ട് തരത്തിലുള്ള എറർ ഉണ്ട്, അതിന്റെ ടൈപ്പ് 1 എറർ ആൻഡ് ടൈപ്പ് 2 എറർ. ടൈപ്പ് 1 എറർ വരാനുള്ള പ്രോബിലിറ്റിയാണ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ഓർ ആൽഫ. ടൈപ്പ് 2 എറർ വരാനുള്ള പ്രോബിലിറ്റിയാണ് ബീറ്റ. 1 minus beta is called the power of the test. ഇനി അടുത്തത് ടെസ്റ്റ് അബൌട്ട് എ പോപ്പുലേഷൻ മീൻ. നമുക്ക് പോപ്പുലേഷൻ മീനിനെ ബേസ് ചെയ്തിട്ടുള്ള ടെസ്റ്റുകളെ പറ്റി ഇനി പഠിക്കാം. അതിൽ ആദ്യത്തെ കേസ് എ നോർമൽ പോപ്പുലേഷൻ വിത്ത് നോൺ സിഗ്മ. എന്താണ്? എ നോർമൽ പോപ്പുലേഷൻ വിത്ത് നോൺ സിഗ്മ. അപ്പൊ അതിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന നൾ ഹൈപ്പോത്തസിസ് H0 എന്ന് പറയുന്നത് mu equal to mu naught. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ രണ്ട് സംഭവങ്ങൾ വരുന്നുണ്ട്. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് വാല്യൂ കണ്ടുപിടിക്കണം, റിജക്ഷൻ റീജിയൻ കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക H0 വെച്ചിട്ടാണ്. H0 എന്ന് പറയുന്നത് നൾ ഹൈപ്പോത്തസിസ് mu equal to mu naught ആണ്.
ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് വാല്യൂ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റാസ് ഒക്കെ വെച്ച് നമ്മൾ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് വാല്യൂ കണ്ടുപിടിക്കും. അതിന്റെ ഇക്വേഷൻ ഫോർമുല എന്ന് പറയുന്നത് എക്സ് ബാർ മൈനസ് മ്യൂ നോട്ട് ബൈ സിഗ്മ ബൈ റൂട്ട് എൻ ആണ്. ഇനി ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്, നൾ ഹൈപ്പോത്തസിസ് നമ്മൾ പറഞ്ഞു. മ്യൂ ഈക്വൽ ടു മ്യൂ നോട്ട് ആണെങ്കിൽ അതിനെ കോൺട്രാക്ട് ചെയ്ത് വരുന്ന ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്തൊക്കെയായിരിക്കാം? ഒന്നെങ്കിൽ മ്യൂ ഗ്രേറ്റർ ദാൻ മ്യൂ നോട്ട് വരാം, അല്ലെങ്കിൽ മ്യൂ ലെസ് ദാൻ മ്യൂ നോട്ട് വരാം, അതല്ലെങ്കിൽ മ്യൂ ഈ നോട്ട് ഈക്വൽ ടു മ്യൂ നോട്ട് വരാം. അപ്പോൾ ഓരോന്നിനും ഈ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിജക്ഷൻ റീജിയൻ എങ്ങനെയാ വരിക നോക്കാം. മ്യൂ ഗ്രേറ്റർ ദാൻ മ്യൂ നോട്ട് നോക്കാം. മ്യൂ ഗ്രേറ്റർ ദാൻ മ്യൂ നോട്ട് എന്ന് പറഞ്ഞാൽ സെഡിന്റെ വാല്യൂ എന്താണ്? റിജക്ഷൻ റീജിയൻ എന്ന് പറഞ്ഞാൽ സെഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സെഡ് ആൽഫയാണ്. അതിനെ അപ്പർ ടെയിൽഡ് ടെസ്റ്റ് എന്ന് പറയും. അതേപോലെ അടുത്ത ഓൾട്ടർനേറ്റീവ് ടെസ്റ്റ് നമ്മൾ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് മ്യൂ ലെസ് ദാൻ മ്യൂ നോട്ട് എടുക്കുകയാണെങ്കിൽ അതിന്റെ റിജക്ഷൻ റീജിയൻ വരിക സെഡ് സ്റ്റാറ്റിസ്റ്റിക് വാല്യൂ, ഈ സെഡ് സ്റ്റാറ്റിസ്റ്റിക് വാല്യൂ സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൈനസ് സെഡ് ആൽഫ. അതിനെ ലോവർ ടെയിൽഡ് ടെസ്റ്റ് എന്ന് പറയും. ഇനി മ്യൂ നോട്ട് ഈക്വൽ ടു മ്യൂ നോട്ട് ആണെങ്കിൽ either സെഡ് ഗ്രേറ്റർ ദാൻ സെഡ് ആൽഫ ബൈ 2 ഓർ സെഡ് ലെസ് ദാൻ മൈനസ് സെഡ് ആൽഫ ബൈ 2. ഇതിനെ നമ്മൾ എന്താ പറയാ? ടു ടെയിൽഡ് ടെസ്റ്റ് എന്ന് പറയും. ഇതിനെയാണ് ടു ടെയിൽഡ് ടെസ്റ്റ് എന്ന് പറയാം. അപ്പൊ ഇതില് അതായത് ഇതിലെന്ത് വരും? ആൽഫയുടെ വാല്യൂ ശ്രദ്ധിച്ചോ? ഇവിടെ സെഡ് ആൽഫ ആയിരുന്നു, ഇവിടെ അത് ആൽഫ ബൈ 2 ആയി ടു ടെയിൽഡ് ടെസ്റ്റിൽ. ഇതിനെ ഗ്രാഫിക്കലി ഞാൻ റെപ്രസെന്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ അതിന്റെ കറസ്പോണ്ടിങ് സെഡ് കർവ് ആണ്. അപ്പോ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് സെഡ് വെൻ എച്ച് നോട്ട് ഈസ് ട്രൂ നമ്മൾ പഠിക്കുന്ന നോർമൽ കേസ് 1ന്റെ കേസസ് ആണ്. അപ്പോൾ ഫസ്റ്റ് റിജക്ഷൻ റീജിയൻ എന്ന് പറയുന്നത് എന്താണ്? മ്യൂ ഗ്രേറ്റർ ദാൻ മ്യൂ നോട്ട് വരുമ്പോൾ സെഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സെഡ് ആൽഫ. ഇതാണ് സെഡ് ആൽഫ എന്ന് പറയുന്ന പോയിന്റ്. അത് ഗ്രേറ്റർ ദാൻ സെഡ് ആൽഫയുടെ ഈ വൺ ടെയിൽഡ് ആണ്. അപ്പർ ടെയിൽഡ് ടെസ്റ്റ്, അപ്പർ ഇത് അപ്പർ ടെയിലാണ്, അപ്പർ ടെയിൽഡ് ടെസ്റ്റ്. ഇതിന്റെ ഷെയ്ഡഡ് ഏരിയ എന്ന് പറയുന്നതാണ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആൽഫ, പ്രോബബിലിറ്റി ഓഫ് ടൈപ്പ് 1 എറർ. ഇനി റിജക്ഷൻ റീജിയൻ സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൈനസ് സെഡ് ആൽഫ ആണെങ്കിലും അത് ലോവർ ടെയിൽഡ് ടെസ്റ്റ് ആണ്. അപ്പോൾ അതിലെന്താ വരിക? അതും ടൈപ്പ് 1 എറർ തന്നെയാണ്. ഷെയ്ഡഡ് ഏരിയ എന്ന് പറയുന്നത് ആൽഫ, ടൈപ്പ് 1 എറർ ആണ്. ഇനി അടുത്തത് റിജക്ഷൻ റീജിയൻ വരുന്നത് രണ്ട് ടെയിലും, ലോവർ ടെയിലും അപ്പർ ടെയിലും റിജക്ഷൻ റീജിയൻ വരുന്നുണ്ട്. അതായത് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് എന്താണ്? ഈ ആൽഫ ബൈ 2 ആണ്. ഈ രണ്ട് ആൽഫ ബൈ 2 ആഡ് ചെയ്താൽ എന്ത് വരും? ആൽഫ വരും. ആ രണ്ട് ഷെയ്ഡ് ഏരിയയും ആഡ് ചെയ്യുമ്പോൾ ആൽഫ. അതാണ് പ്രോബബിലിറ്റി ഓഫ് ടൈപ്പ് 1 എറർ. ഓക്കെ, ഇനി നമുക്ക് ടെസ്റ്റിംഗ് ഹൈപ്പോത്തിസിസ് നമ്മൾ ചെയ്യുമ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാൻ ഓരോ സ്റ്റെപ്പ് എങ്ങനെ വരുന്നു നോക്കാം. ആദ്യം തന്നെ നമുക്ക് എന്ത് പാരാമീറ്റർ ആണ് കണ്ടുപിടിക്കേണ്ടത്, എന്തിനെ പറ്റിയാണ് ആ പ്രോബ്ലത്തിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്, എന്ത് പാരാമീറ്ററിനെ പറ്റിയാണ്? വേരിയൻസ് ആണോ, മ്യൂ ആണോ, മീനിനെ പറ്റിയാണോ, വേരിയൻസിനെ പറ്റിയാണോ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണോ, എന്തിനെ പറ്റിയിട്ടാണോ ഏത് പാരാമീറ്റർ ആണ് അതിൽ പറയുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുക, ഐഡന്റിഫൈ ചെയ്യുക. അത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നൾ ഹൈപ്പോത്തിസിസ് സ്റ്റേറ്റ് ചെയ്യണം. അത് കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് സ്റ്റേറ്റ് ചെയ്യണം. എന്നിട്ട് ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞാൽ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് വാല്യൂ കണ്ടുപിടിക്കുക. ഇനി എന്ത് വേണം? റിജക്ഷൻ റീജിയൻ എവിടെ വരും എന്നുള്ളത് സിഗ്നിഫിക്കൻസ് ലെവൽ അനുസരിച്ച് കണ്ടുപിടിക്കുക, റിജക്ഷൻ റീജിയൻ. Then compute any necessary sample quantity, substitute in the formula for test statistic value and compute the that value. അപ്പോൾ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് വാല്യൂ നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചു. അപ്പോൾ ആദ്യം നമ്മളിവിടെ ഫോർമുല എഴുതി, അത് കഴിഞ്ഞിട്ട് റിജക്ഷൻ റീജിയൻ എങ്ങനെ വരികയെന്ന് മനസ്സിലാക്കി. ദെൻ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് വാല്യൂ കണ്ടുപിടിച്ചു. എന്നിട്ട് ഈ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് വാല്യൂ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഡിസൈഡ് വെദർ എച്ച് നോട്ട് ഷുഡ് ബി റിജക്റ്റഡ് ആൻഡ് സ്റ്റേറ്റ് ഇസ് കൺക്ലൂഷൻ ഇൻ ദ പ്രോബ്ലം കോണ്ടെക്സ്റ്റ്. അപ്പോൾ ഈ ടെസ്റ്റ് സ്റ്റാറ്റിക് വാല്യൂ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് വെച്ചിട്ട് നൾ ഹൈപ്പോത്തിസിസ് റിജക്റ്റ് ചെയ്യാനോ അക്സെപ്റ്റ് ചെയ്യാനോ വേണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ഏത് പാരാമീറ്റർ ആണെന്നുള്ളത് കണ്ടുപിടിക്കുക. അത് കഴിഞ്ഞാൽ നൾ ഹൈപ്പോത്തിസിസ് എഴുതുക, ദെൻ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് എഴുതുക, അത് കഴിഞ്ഞാൽ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിന്റെ ഫോർമുല എഴുതുക, ദെൻ റിജക്ഷൻ റീജിയൻ അതിന്റെ സെലക്റ്റഡ് സിഗ്നിഫിക്കൻസ് ലെവൽ അനുസരിച്ചിട്ടുള്ള റിജക്ഷൻ റീജിയൻ എന്താണെന്ന് സ്റ്റേറ്റ് ചെയ്യാം. ദെൻ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് വാല്യൂ കണ്ടുപിടിക്കുക. അത് കഴിഞ്ഞാൽ എച്ച് നോട്ട് റിജക്റ്റ് ചെയ്യാണോ വേണ്ടത്, അക്സെപ്റ്റ് ചെയ്യാണോ വേണ്ടതെന്ന് ഡിസൈഡ് ചെയ്യുക. ഓക്കെ, നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയർ ആവും.
പ്രോബ്ലം നോക്കാം. എ മാനുഫാക്ചർ ഓഫ് സ്പ്രിംഗ്ലർ സിസ്റ്റം യൂസ്ഡ് ഫോർ ഫയർ പ്രൊട്ടക്ഷൻ in office buildings claim that the true average system activation temperature is 130 degree. ഇവിടെ ഒരു വേർഡ് കണ്ടോ? Claim that. A sample of n equal to 9 systems when tested yields a sample average activation temperature of 131.08 degrees Fahrenheit if the distribution of activation times is normal with a standard deviation. With a standard deviation 1.5 degree Fahrenheit. Does the data contradict the manufacturer's claim at a significance level alpha equal to 0.01? അപ്പോൾ പാരാമീറ്റർ ഓഫ് ഇൻട്രസ്റ്റ് എന്താണ്? ട്രൂ ആവറേജ് സിസ്റ്റം ആക്ടിവേഷൻ ടെമ്പറേച്ചർ ഈസ് ആവറേജ്. അപ്പോൾ ഉദ്ദേശിക്കേണ്ടത് എന്താ? മ്യൂ ആണ്. അപ്പോൾ പാരാമീറ്റർ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് മ്യൂ ആണ്. ട്രൂ ആവറേജ് ആക്ടിവേഷൻ ടെമ്പറേച്ചർ ആണ്. ഇനി നൾ ഹൈപ്പോത്തിസിസ് അപ്പോൾ നമുക്ക് എന്തെടുക്കാം? മ്യൂ ഈക്വൽ ടു 130 എന്ന് അസ്യൂം ചെയ്യാം, നൾ വാല്യൂ. ഇനി ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് എന്തായിരിക്കും? നോട്ട് ഈക്വൽ ടു 130. അതിന് കറസ്പോണ്ടിങ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് വാല്യൂ എന്ന് പറഞ്ഞാൽ z ഈക്വൽ ടു എക്സ് ബാർ മൈനസ് മ്യൂ നോട്ട് ബൈ സിഗ്മ ബൈ റൂട്ട് n ആയിരിക്കും. ദാറ്റ് ഈസ് എക്സ് ബാർ മൈനസ് മ്യൂ നോട്ട് എത്രയാണ്? 130, സിഗ്മ 1.5, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1.5 തന്നിട്ടുണ്ട്, റൂട്ട് n എത്രയാണ്? 9 ആണ്. റൂട്ട് 9 എഴുതിയാൽ മതി ഇവിടെ. അപ്പോൾ നമുക്ക് റിജക്ഷൻ റീജിയൻ എന്ത് വരും? ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് മ്യൂ നോട്ട് ഈക്വൽ ടു 130 എന്നാണ്. അപ്പോൾ മ്യൂ നോട്ട് ഈക്വൽ ടു 130 എന്നാണെങ്കിൽ നമ്മൾ റിജക്ഷൻ റീജിയൻ 2 tailed ടെസ്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിന്റെ റിജക്ഷൻ റീജിയൻ എന്തൊക്കെ വരാം? z ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു z.005 ഓർ z ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൈനസ് z.005. എങ്ങനെ 0.005 വന്നു? 2 tailed ടെസ്റ്റ് ആണെങ്കിൽ നമ്മൾ എന്താ എടുക്കുക? z ആൽഫ ബൈ 2 ആണ് കൺസിഡർ ചെയ്യുക. ഇവിടെ ആൽഫയുടെ വാല്യൂ എന്താണ്? 0.01 ആണ്. ദെൻ ആൽഫ ബൈ 2 എന്ത് വരും? 0.005. അങ്ങനെയാണ് z ആൽഫ ബൈ 2 എന്നുള്ളത് z.005 എന്ന് വരുന്നത്. ഓക്കെ, അപ്പോൾ സെറ്റ് ടേബിളിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? z.05 എന്നുള്ളത് 2.58 ആയിട്ട് വരും. അതെങ്ങനെയാ വരണേന്ന് വെച്ച് കഴിഞ്ഞാല് സെറ്റ് കർവ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരിക. ഇപ്പൊ 2 tailed ടെസ്റ്റ് ആവുമ്പോൾ ഈ എൻഡും വരും. എന്താ? റിജക്ഷൻ റീജിയൻ ആയിട്ട് വരും. ഈ റിജക്ഷൻ റീജിയനിൽ ഇതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ആൽഫ ബൈ 2. ആൽഫ ക്വസ്റ്റ്യനിൽ എത്രയാണ് തന്നിരിക്കുന്നത്? 0.01 ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ റീജിയൻ ആൽഫ ബൈ 2 ആണ്. അപ്പോൾ 0.005 വരും. ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള z ആൽഫ ബൈ 2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിന്റെ മൊത്തം ഏരിയ ഇവിടം വരെയുള്ള ഏരിയ ആണ് നമുക്ക് കാണേണ്ടത്. ഈ നോർമൽ കർവിന്റെ മൊത്തം ഏരിയ 1 ആണ്. ആ 1ൽ നിന്ന് 0.05 സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് വരുന്ന ഏരിയ 0.995 ആണ്. അപ്പോൾ ഇത് മൊത്തം 995 ആണ്. അപ്പോൾ നമ്മൾ സെറ്റ് ടേബിളിൽ നോക്കുക. സെറ്റ് ടേബിൾ എന്ന് പറയുന്നത് എങ്ങനെയാണ് വരുന്നത്? സെറ്റ് ടേബിളിലെ മുകളിൽ കുറച്ച് വാല്യൂസ് ഉണ്ട്, താഴോട്ടും വാല്യൂസ് ഉണ്ട്. അപ്പോൾ ഇതിലെ ഇവിടെ എവിടെയോ ആണ് 0.9950 കിടക്കുന്നത്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് ടേബിളിൽ നിന്ന് 2.5 കിട്ടും. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് മുകളിലുള്ള വാല്യൂ 0.08 കിട്ടും. ഇത് രണ്ടുകൂടിയും കൂട്ടി വായിച്ച് എന്ത് വരും? 2.58 ആണ് z.005 വാല്യൂ. അപ്പോൾ അതിന്റെ മീനിങ് എന്താണ്? ഈ കർവിലെ ഇവിടുത്തെ ഈ വാല്യൂ എന്ന് പറയുന്നത് 2.58ഉം ഇത് മൈനസ് 2.58ഉം ആണ്. അപ്പോൾ നമുക്ക് കിട്ടേണ്ട z സ്റ്റാറ്റിസ്റ്റിക് വാല്യൂ മൈനസ് 2.58ന്റെയും പ്ലസ് 2.58ന്റെ ഇടയിൽ, അതായത് ഈ ഡോട്ടഡ് റീജിയൻ ഇതിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് h നോട്ട് അക്സെപ്റ്റ് ചെയ്യാം. അല്ല ഈ 2 tailed കിടക്കണമെന്നുണ്ടെങ്കിൽ അത് റിജക്ട് ചെയ്യും. ഈ ഷെയ്ഡഡ് ഏരിയ ആണ്, ഈ ഷെയ്ഡഡ് ഇനേഴ്സ് ക്രോസ് ചെയ്തിട്ടുള്ള ഈ ഷെയ്ഡഡ് ഏരിയ ആണ് എന്ത്? റിജക്ഷൻ റീജിയൻ. അപ്പോൾ കമ്പ്യൂട്ട് ചെയ്താൽ കിട്ടുന്ന വാല്യൂ എന്താ? z ഈക്വൽ ടു 2.16 ആണ്. 2.16 എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും കിടക്കുന്നുണ്ടാവുക. അത് ഇതിന്റെ ഇടയിലാണ് വരുന്നത് അല്ലേ? അതായത് അക്സെപ്റ്റൻസ് റീജിയനിലാണ് വരുന്നത്. അപ്പോൾ h നോട്ട്
cannot be rejected at a significance level 0.01. ഇനി അടുത്ത question. The burning rate of a propellant is being studied. Specifications require that the mean burning rate must be mu equal to 40. Furthermore, suppose that we know the variance of the burning rate is 4. Taking a sample size 25 and x bar equal to 41.25, test h naught equal to mu equal to 40 against h1 equal to mu not equal to 40. Direct question ആണ്, എല്ലാ ഡാറ്റാസും തന്നിട്ടുണ്ട്. മീൻ ബേണിംഗ് റേറ്റ് എന്ന് പറയുന്നത് mu equal to 40. അപ്പോൾ വേരിയൻസ് എന്ന് പറയുന്നത് എന്താണ്? വേരിയൻസ് എന്ന് പറയുന്നത് 4 ആണ് ബേണിംഗ് റേറ്റ്. സാമ്പിൾ സൈസ് 25 ആണ്. എക്സ് ബാർ 41.25. നമുക്ക് എന്താ ടെസ്റ്റ് ചെയ്യേണ്ടത്? എച്ച് നോട്ട്. നൾ ഹൈപ്പോത്തിസിസ് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. mu equal to 40. H1 against എന്നുള്ള വേർഡ് എന്താ സൂചിപ്പിക്കുന്നത്? ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് അല്ലെങ്കിൽ HA. ഈ ക്വസ്റ്റ്യനിൽ H1 ഡിനോട്ട് ചെയ്തിരിക്കുന്നു. ദാറ്റ് ഈസ് mu നോട്ട് ഈക്വൽ ടു 40. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ തന്നിരിക്കുന്ന ഡാറ്റാസ് ആദ്യം നമുക്ക് എടുത്തെഴുതാം. mu നോട്ട് അല്ലെങ്കിൽ നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് 40 ആണ്. പോപ്പുലേഷൻ വേരിയൻസ് ആണ് തന്നിട്ടുള്ളത്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ല. വേരിയൻസ് എന്ന് പറഞ്ഞാൽ സിഗ്മ സ്ക്വയർ ആണ് 4. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 ആവും. ഇത് ശ്രദ്ധിക്കണം, തെറ്റിക്കരുത്. വേരിയൻസിന്റെ സ്ക്വയർ റൂട്ട് ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സാമ്പിൾ സൈസ് തന്നിട്ടുണ്ട് 25 ആണ്. സാമ്പിൾ മീനും തന്നിട്ടുണ്ട് എക്സ് ബാർ ഈക്വൽ ടു 41.25 ആണെന്ന്. അപ്പോൾ ഹൈപ്പോത്തിസിസ് നമുക്ക് എഴുതാം. നൾ ഹൈപ്പോത്തിസിസ് നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് mu equal to 40. ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് mu നോട്ട് ഈക്വൽ ടു 40 ആണ്. അപ്പോൾ സെഡ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് വാല്യൂ എന്ന് പറഞ്ഞാൽ എക്സ് ബാർ മൈനസ് mu നോട്ട് ബൈ സിഗ്മ ബൈ റൂട്ട് n. ദാറ്റ് ഈസ് 41.25 മൈനസ് 40 ഡിവൈഡഡ് ബൈ 2 mu സിഗ്മ എത്രയാണ്? 2 ബൈ റൂട്ട് 25. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 3.125 കിട്ടി. സെഡിന്റെ വാല്യൂ എന്താണ്? 3.125 ആണ്. അപ്പോൾ നമുക്ക് ആൽഫ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, പക്ഷെ നമുക്ക് സ്റ്റാൻഡേർഡ് ആൽഫയുടെ വാല്യൂ എടുക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ക്രിട്ടിക്കൽ റീജിയൻ നമുക്ക് കിട്ടണം. അതിന് വേണ്ടിയിട്ട് ടു ടൈൽ ടെസ്റ്റിൽ കോമൺ ആയിട്ട് എടുക്കുന്ന സിഗ്നിഫിക്കൻസ് ലെവൽ എന്ന് പറഞ്ഞാൽ 0.05 ആണ്. അപ്പോൾ അതിന്റെ ക്രിട്ടിക്കൽ വാല്യൂസ് എന്ന് പറഞ്ഞാൽ എന്തുവരും? സെഡ് ആൽഫ. ടു ടൈൽ ടെസ്റ്റ് ആണല്ലോ. ടു ടൈൽഡ് ടെസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആൽഫ അല്ല, ആൽഫ ബൈ 2 ആണ് ഇവിടെ വരിക. അപ്പോൾ സെഡ് ആൽഫ 0.05 ആണ്, ആൽഫ ബൈ 2 0.025 വരും. അതിന്റെ കറസ്പോണ്ടിങ് വാല്യൂ പ്ലസ് ഓർ മൈനസ് 1.96. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് കണ്ടുപിടിക്കുന്നത്. എങ്ങനെ വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കർവ് ഇങ്ങനെ കിടക്കണു, നോർമൽ കർവ് ആണ്, ടു ടൈൽ ടെസ്റ്റ് ആണ്. അപ്പോൾ ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്ന പോയിന്റ്സ്, ഈ ഷെയ്ഡഡ് ഏരിയ ഉണ്ട്, ഈ ഏരിയയുടെ ഏരിയ ആണ് 0.025. അപ്പോൾ അത് 1ൽ നിന്ന് മൈനസ് ചെയ്യുക. 0.025. അപ്പോൾ 0.875 എന്ന് വരും. അപ്പൊ എന്ത് വരും? ഇവിടെ 975 അല്ലേ വരിക? 975. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ടേബിളിൽ നിന്നും കിട്ടുന്ന വാല്യൂ ആണ് 1.96. സെറ്റ് ടേബിളിൽ നിന്ന് കിട്ടുന്ന വാല്യൂ ആണ് 1.96. അപ്പോൾ നമ്മുടെ റിജക്ഷൻ റീജിയൻ എന്ത് വരും? സെഡ് ലെസ് ദാൻ മൈനസ് 1.96. ഇവിടെയാണ് മൈനസ് 1.96 കിടക്കുക, ഇവിടെ പ്ലസ് 1.96. ഒന്നെങ്കിൽ സെഡ് ലെസ് ദാൻ 1.96 അല്ലെങ്കിൽ സെഡ് ഗ്രേറ്റർ ദാൻ 1.96 ആണ് നമ്മുടെ റിജക്ഷൻ റീജിയൻ. അപ്പോൾ നമുക്ക് കിട്ടിയ സ്റ്റാറ്റിസ്റ്റിക് വാല്യൂ, ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് വാല്യൂ എന്ന് പറഞ്ഞാൽ 3.125 ആണ് അല്ലെ? 3.125 എന്ന് പറയുന്നത് 1.96നെക്കാളും ഗ്രേറ്റർ അല്ലേ? 3.125 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1.96 ആണ്. അതായത് റിജക്ഷൻ റീജിയനിലാണ് സെഡിന്റെ വാല്യൂ എന്ന് കിടക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? എച്ച് നോട്ട് നമ്മൾ റിജക്ട് ചെയ്യും. അതാണ് റിജക്ട് ദ നൾ ഹൈപ്പോത്തിസിസ് വിത്ത് 5% സിഗ്നിഫിക്കൻസ് ലെവൽ. അപ്പൊ അതിന്റെ ശരിക്കും ഇന്റർപ്രറ്റ് ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്
നമ്മൾ എച്ച് നോട്ട് എന്ന് പറയുന്നത് അതായത് നൾ ഹൈപ്പോത്തസിസ് ആയിട്ട് എടുത്ത മീൻ ഈക്വൽ ടു 40 എന്നാണ്. അപ്പോൾ ആക്ച്വലി അതിന്റെ മീൻ എന്ന് പറയുന്നത് 40 അല്ല, അതിൽ നിന്ന് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വാല്യൂ ആണ്. സിഗ്നിഫിക്കൻ്റ്ലി ഡിഫർ ഫ്രം 40 എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. നൾ ഹൈപ്പോത്തസിസ് റിജക്ട് ചെയ്തു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. Next question, a sample of size 35. Sample of size, അപ്പോൾ n equal to 35 is taken from a population whose standard deviation sigma തന്നിട്ടുണ്ട് 0.010. If the sample mean s bar, sample mean എന്ന് പറയുന്നത് എത്രയാണ്? x bar തന്നിട്ടുണ്ട് 0.343. Test h naught mu equal to 0.340 against h1 equal to mu not equal to 0.340 at a 5% level of significance. അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെ ചെയ്യാം? നമുക്ക് ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിട്ടുണ്ട് എന്ത്, നൾ ഹൈപ്പോത്തസിസും തന്നിട്ടുണ്ട്, ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസും തന്നിട്ടുണ്ട്. അത് എടുത്തേരി. സിഗ്നിഫിക്കൻസ് ലെവല് 5% എന്ന് പറഞ്ഞാൽ ആൽഫ 0.05 ആണ്. അപ്പോൾ ഇതൊരു ടു ടൈൽഡ് നോട്ട് ഈക്വൽ ടു വന്നു കഴിഞ്ഞാൽ തന്നെ എന്താ ഉദ്ദേശിക്കുന്നത്? ടു ടൈൽഡ് ടെസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് വാല്യൂ കണ്ടുപിടിക്കണം. അതിനുള്ള ഡാറ്റാസ് എടുത്തേരി. അതിൽ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയപ്പോൾ എക്സ് ബാർ മൈനസ് മ്യൂ നോട്ട് ബൈ സിഗ്മ ബൈ റൂട്ട് എൻ ആണ്. അപ്പോൾ 0.343 മൈനസ് 0.340 ഡിവൈഡഡ് ബൈ 0.010 ഡിവൈഡഡ് ബൈ റൂട്ട് 35. ദാറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി സെഡിന്റെ വാല്യൂ എന്താണ്? 1.775 ആണ്. ഓക്കെ. അപ്പോൾ ആൽഫയുടെ വാല്യൂ 0.05 ആണ്. അപ്പോൾ ആൽഫ ബൈ 2 എന്താവും? 0.025 ആയിട്ട് മാറും. അപ്പോൾ നേരത്തെ പ്രോബ്ലത്തിൽ കണ്ടുപിടിച്ചിട്ടേ ഉള്ളൂ 0.025 ആണെങ്കിൽ സെഡിന്റെ വാല്യൂ എന്താണ്? 1.96 ആണ്. നമുക്ക് കിട്ടിയ വാല്യൂ എന്താ? 1.775 ആണ്. അത് ലെസ് ദാൻ 1.96 അല്ലേ? അതായത് അത് മൈനസ് 1.96ന്റെയും പ്ലസ് 1.96ന്റെയും ഇടയിലാണ് കിടക്കുന്നത്. അപ്പൊ നമുക്ക് മ്യൂ നോട്ട് അക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ എച്ച് നോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് അക്സെപ്റ്റൻസ് റീജിയൻ, നോൺ റിജക്ഷൻ റീജിയനിലാണ് വാല്യൂ കിടക്കുന്നത്. അപ്പോൾ നൾ ഹൈപ്പോത്തസിസ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. ദർ ഈസ് നോട്ട് ഇനഫ് എവിഡൻസ് ടു റിജക്ട് ദ നൾ ഹൈപ്പോത്തസിസ്. അതിന്റെ അർത്ഥം എന്താ? സിംപ്ലി പറഞ്ഞാൽ വി ക്യാൻ അക്സെപ്റ്റ് ദ നൾ ഹൈപ്പോത്തസിസ് അറ്റ് 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. Next question. It is desired to test h naught equal to mu equal to 0 against mu greater than 0 on the basis of a sample size 100 from a normal population having sigma square equal to 1. If the hypothesis is to be rejected for x bar greater than 0.233, find the significance level of the test. അപ്പോൾ ഇതിൽ ടു ടൈൽഡ് ടെസ്റ്റ് അല്ല, വൺ ടൈൽഡ് ടെസ്റ്റ് ആണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. കാരണം അതെങ്ങനെയാ? മ്യൂ ഗ്രേറ്റർ ദാൻ 0 എന്നുള്ളതാണ് നമ്മുടെ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്. അപ്പൊ എച്ച് നോട്ട് എന്ന് പറയുന്നത് നൾ ഹൈപ്പോത്തസിസ് മ്യൂ ഈക്വൽ ടു 0 ആണ്. ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് മ്യൂ ഗ്രേറ്റർ ദാൻ 0 ആണ്. സാമ്പിൾ സൈസ് എന്ന് പറഞ്ഞാൽ n ഈക്വൽ ടു 100 ആണ്. പോപ്പുലേഷൻ വേരിയൻസ് 1ഉം ഡീവിയേഷൻ 1ഉം ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1ഉം ആണ്. സ്ക്വയർ റൂട്ട് എടുത്താൽ 1 തന്നെ കിട്ടും. ഇനി റിജക്ഷൻ റീജിയൻ കണ്ടുപിടിക്കണം. റിജക്ഷൻ റീജിയൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ടു ബി റിജക്റ്റഡ് ഫോർ എക്സ് ബാർ ഗ്രേറ്റർ ദാൻ 0.233. സാമ്പിൾ മീൻ എക്സ് ബാർ എന്ന് പറയുന്നത് 0.233യേക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ അത് റിജക്ട് ചെയ്യണം. അപ്പോൾ സെഡ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് വാല്യൂ നോക്കാം. എക്സ് ബാർ മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ 1 ബൈ റൂട്ട് എൻ ആണ്. സിഗ്മ ബൈ റൂട്ട് എൻ. അതിൽ മ്യൂ ക്വസ്റ്റ്യനിൽ 0 തന്നിട്ടുണ്ട്. മ്യൂ 0, സിഗ്മ 1 ആണ്, എൻ 100 ആണ്. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ സെഡ് ഈക്വൽ ടു 10x ബാർ എന്ന് വന്നു. സ്റ്റാറ്റിസ്റ്റിക് വാല്യൂ. നമുക്ക് എക്സ് ബാറിന്റെ വാല്യൂ എന്തായിട്ട് എടുക്കാം? 0.233 ആയിട്ട് എടുക്കാം. അപ്പൊ സെഡ് ഈക്വൽ ടു എന്താവും? 10 × 0.233 2.33 ആയി. അപ്പൊ ക്രിട്ടിക്കൽ വാല്യൂ എന്ത് വരും? സെഡ് ക്രിട്ടിക്കൽ വാല്യൂ എന്ന് പറയുന്നത് 2.33 ആണ്. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് കണ്ടുപിടിക്കണം. അതെന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലായോ? അതാ ഈ വാല്യൂ എന്ന് പറയുന്നത് 2.33 ആണ്. നമുക്ക് വേണ്ടത് ഈ ഏരിയ ആണ്. അപ്പോ സെഡ് ഗ്രേറ്റർ ദാൻ 2.33 എന്ന് പറഞ്ഞാൽ അതിന്റെ വാല്യൂ എന്താ? ഇത് മൊത്തം ഏരിയയിൽ നിന്ന് ഇത് മൊത്തം ഈ നോർമൽ കർവിന്റെ മൊത്തം ഏരിയ 1 ആണ്.
അതിൽ നിന്ന് ഇത്രയും ഏരിയ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബാക്കിയുള്ള ഏരിയ കിട്ടുമല്ലോ. ടോട്ടൽ ഏരിയ 1 ആണ്. അതിൽ നിന്ന് ഈ പോയിന്റ് തൊട്ട് 2.33 വരെയുള്ള ഏരിയ മൈനസ് ചെയ്താൽ ഈ ഷെയ്ഡഡ് ഏരിയ കിട്ടും. അപ്പോൾ ഈ പോയിന്റിൽ നിന്ന് 2.33 വരെയുള്ള ഏരിയ എവിടെ നിന്ന് കിട്ടും? സെഡ് ടേബിളിൽ നിന്ന് കിട്ടും. പ്രോബബിലിറ്റി ഓഫ് സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2.33 എന്ന് പറഞ്ഞാൽ 0.9901 ആണ്. അപ്പോൾ അത് 1ൽ നിന്ന് മൈനസ് ചെയ്താൽ കറസ്പോണ്ടിങ് ആൽഫ കിട്ടും. ദാറ്റ് ഈസ് ആൽഫ ഈക്വൽ ടു 0.0099 അപ്രോക്സിമേറ്റ്ലി 0.01 ആണ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. ഓക്കെ, ഇതാണ് സെറ്റ് ടേബിൾ. ഈ സെറ്റ് ടേബിളിന് വാല്യൂസ് എങ്ങനെ കിട്ടും എന്നുള്ളത് പറഞ്ഞുതരാം. ഇപ്പൊ നമുക്കിപ്പോ ഈ കേസിൽ തന്നെ പ്രോബബിലിറ്റി സെഡ് 2.33 ആണ് നമുക്ക് വേണ്ടിയിരുന്നത്. 2.33 നോക്കൂ. അപ്പൊ ഇവിടെ സെഡിന്റെ വാല്യൂ കൊടുത്തിട്ടുണ്ട് 2.3 എന്ന് പറയുമ്പോൾ ഈ ഒരു റോ, ഈ റോയില് 2.33 എന്ന് പറയുമ്പോൾ ഇത് അത് രണ്ടും ഇന്റർസെക്ട് ചെയ്യണ പോയിന്റ് ഇതാണ് നമുക്ക് ആവശ്യമുള്ള വാല്യൂ. ഓക്കെ, ഇതുപോലെ നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചത് 2.58 പഠിച്ചിരുന്നു. അതുപോലെ 1.96 1.96 കാണണമെങ്കിൽ ഈ 1.9 ഈ റോയിൽ ഇങ്ങനെ പോവുക, കോളം 6 എന്ന് എഴുതിയിരിക്കുന്ന കോളത്തിന്റെ അടുത്തേക്ക് എത്തുക. അപ്പോൾ 0.9803 അതാണ് 1.96. അങ്ങനെ ഓരോ വാല്യൂസും കണ്ടുപിടിക്കുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ 1.23 അല്ലെങ്കിൽ 1.14 ആണെന്നുണ്ടെങ്കിൽ 1.1 എന്നുള്ള റോ കൺസിഡർ ചെയ്യുക, അത് നേരെ പോവുക. ദെൻ 4 എന്നുള്ള കോളം കൺസിഡർ ചെയ്യുക. ഈ കോളത്തിൽ ഈ 1 മീറ്റ് ചെയ്യുന്നത് ഈ പോയിന്റ് ഇന്റർസെക്ട് ചെയ്യുന്ന ഈ വാല്യൂ ആണ് 1.14. അപ്പോൾ സെറ്റ് ടേബിൾ കണ്ടുപിടിക്കാൻ അറിയാമെന്ന് വിചാരിക്കുന്നു. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് എന്തായിരുന്നു? ഹൈപ്പോത്തസിസ്, ടെസ്റ്റ് ഓഫ് ഹൈപ്പോത്തസിസ് ആണ് പഠിച്ചത്. പിന്നെ എറർ ടൈപ്പ് 1 ടൈപ്പ് 2 എറേഴ്സിനെ പറ്റി പഠിച്ചു. പിന്നെ നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് സിഗ്മ നോൺ ആയിട്ടുള്ള കേസ്, നൾ ഹൈപ്പോത്തസിസും ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസും എടുത്തിട്ട് അതെങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് നമ്മളിപ്പോൾ ടെസ്റ്റ് ചെയ്യുന്നത്. ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കിയത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ടോപ്പിക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇതുവരെ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.